ദൈവനാമത്തിന് മാത്രമായി. നമ്മളിന്ന് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ് വചനം കേൾക്കുന്നത്. ലൂക്കോ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 5 മുതൽ ഉള്ള വാക്യം. നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതൻ ഉണ്ടെന്ന് ഇരിക്കട്ടെ. അർദ്ധരാത്രി അവൻ്റെ അടുത്ത് എന്ന് അവൻ പറയുന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരും. ഒരു സ്നേഹിതൻ വേറൊരു സ്നേഹിതനോട് വന്ന് 3 അപ്പം വായ്പ ചോദിക്കും. അപ്പോൾ എന്ന് പറയുമ്പോൾ ഭക്ഷണം, ആഹാരം വായ്പ ചോദിക്കും. ഇപ്പൊ നമ്മുടെ വീട്ടില് രാത്രിയില് ഒരു വിരുന്നുകാരൻ വന്നപ്പോ നമ്മുടെ വീട്ടില് ഭക്ഷണമില്ല. എന്നുവെച്ചാൽ നമ്മള് അന്നത്തേനുള്ള ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് പാത്രമെല്ലാം കഴുകി വെച്ചു. പിന്നെ വേറെ ആൾ വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ നമ്മുടെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഓടി ചെല്ലുന്ന എങ്ങോട്ടാ? നമ്മുടെ അടുത്തുള്ള കൂട്ടുകാരൻ്റെ വീട്ടില്, അല്ലേ അയൽക്കാരൻ്റെ അടുക്കൽ ചെന്ന് പറയുക, എന്റെ വീട്ടില് എന്റെ കൂട്ടുകാരൻ വന്നു, അവന് ആഹാരം കൊടുക്കണം, എന്റെ പക്കൽ ഒന്നും തന്നെ ഇല്ല. ഒരു 3 അപ്പം വായ്പ തരികയാണെങ്കിൽ അവന് കൊടുക്കാം. നമ്മളിന്ന് അടുത്ത സ്നേഹയോടെ എന്ന് പറയുക, എനിക്ക് 3 അപ്പം വായ്പ തരണം. നമ്മളിന്ന് ദൈവത്തോട് യാചിക്കുക, ദൈവം നീ എനിക്കിന്ന് 3 അപ്പം എന്ത് ചെയ്യണം? തരണം. എന്തിനാ? എൻ്റെ കൂട്ടുകാരന് കൊടുക്കാനാ. ദൈവം നീ എനിക്ക് നല്ലൊരു ജോലി തരണേ. ദൈവം നീ എനിക്ക് നല്ലൊരു വീട് തരണേ. ദൈവം നീ എനിക്ക് നല്ലൊരു വസ്തു തരണേ. എനിക്ക് സമ്പത്ത് തരണമേ. നമ്മളിന്ന് ദൈവത്തോട് യാചിക്കും. അവ ആ സ്നേഹിതൻ പറയുക, എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് കൂടെ കിടക്കയിലുണ്ട്. അവരെ ഉണർത്താൻ എനിക്ക് എന്ത് ചെയ്തില്ല, കഴിയും. ഞാൻ എഴുന്നേറ്റാൽ അവരെന്ത് ചെയ്യും? ഉണരും. ഞാൻ അവരെ ഉറക്കിയത് വളരെ പാടുപെട്ട, നിർബന്ധിച്ച. ഇനി അവരെ എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞ പിന്നെ എനിക്കും ഉറങ്ങാൻ പറ്റത്തില്ല, അവർക്കും ഉറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്നേഹിത, നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ എന്തില്ല? അപ്പം വായ്പയായിട്ട് ഇല്ല. വീണ്ടും ആ സ്നേഹിതൻ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ ആ സ്നേഹിതൻ എന്ത് ചെയ്തു? 3 അപ്പം വായ്പ കൊടുക്കുക. നമ്മളിന്ന് ദൈവത്തോട് നിർബന്ധിച്ച് പറയുക, ദൈവം നീ എനിക്ക് ഇന്ന ആവശ്യം നിറവേറ്റണം, നീ ഇന്ന കാര്യം സാധിച്ച് തരണമേ. ഞാൻ ദൈവത്തോട് നിരന്തരം ചോദിക്കുമ്പോഴായിരിക്കും ദൈവം എൻ്റെ കാര്യം എന്ത് ചെയ്യുന്നത്? സാധിച്ച് തരുന്നു. നമ്മൾ അത്രമാത്രം നിർബന്ധിച്ച് ആര് ചോദിക്കണം? ദൈവത്തോട് ചോദിക്കണം. പെട്ടെന്ന് കാര്യം സാധിക്കണമെന്നാ നമ്മൾ വിചാരിക്കും. പക്ഷെ ദൈവം അങ്ങനെയല്ല. നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ തരത്തില്ല. 1 ദിവസമോ 2 ദിവസമോ ഒരാഴ്ചയോ 1 മാസമോ 1 വർഷം കഴിഞ്ഞായിരിക്കാം ചിലപ്പോൾ. അതുപോലെ നമ്മൾ ദൈവത്തോട് എന്ത് ചെയ്യണം? മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിലേ ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യത്തുള്ളൂ? അത്ഭുതം പ്രവർത്തിക്കുകയുള്ളൂ. അപ്പൊ ദൈവത്തോട് നമുക്കിന്ന് നിർബന്ധിക്കും, ദൈവം എനിക്ക്
തരണമേ. എന്റെ കൂട്ടുകാരൻ കൊടുക്കാൻ ആഹാരം തന്നെ, അപ്പം തരണേ, പൈസ അല്ലെങ്കിൽ പൈസ തരണേ, സമ്പത്ത് തരണേ, ജോലി തരണേ. നമുക്ക് ദൈവത്തോട് യാചിക്കാം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധി തരണേ. എൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂള് തുറക്കാൻ പോവാ, അവർക്ക് സ്കൂളിൽ വിടാനുള്ള സാമ്പത്തിക ശേഷി തരണമേ. നമുക്ക് ദൈവത്തോട് യാചിക്കാം. ദൈവം തീർച്ചയായിട്ടും നമ്മൾ യാചിച്ചാൽ ദൈവം തരും. മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, യാചിക്കുവിൻ ലഭിക്കുമെന്ന ദൈവം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് യാചിച്ച് പ്രാർത്ഥിക്കാം. ദൈവം തീർച്ചയായിട്ടും തരും. അതുകൊണ്ട് ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥനയ്ക്ക് എന്തുണ്ട്? ശക്തിയുണ്ട്. പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തി, പവർ ഉണ്ട്. ആര് പ്രാർത്ഥിച്ചാലും ദൈവം തരും. പക്ഷെ അത് ചോദിക്കേണ്ട പോലെ നമ്മൾ ദൈവത്തോട് ചോദിക്കും, നിർബന്ധിച്ച് ചോദിക്കും, വീണ്ടും വീണ്ടും ദൈവസന്നിധിയിൽ മുട്ടി വിളിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിലേ കിട്ടും. കണ്ണുനീരോട് പ്രാർത്ഥിച്ചെങ്കിലേ ദൈവം തരും. അതുകൊണ്ട് നമുക്കൊരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. കണ്ണുകളെ ഇത്രയും നേരം നിന്റെ സന്നിധിയിൽ വചനം കേൾക്കുവാൻ പ്രാർത്ഥിക്കും. ഇതൊന്ന കൃപയ്ക്ക് ഈ കേട്ട വചനം അത് പ്രധാനമായി തീരുവാൻ പറയുന്നതിനും കേൾക്കുന്നതിനും അതൊരുപോലെ അനുഗ്രഹമാക്കി തീർക്കും. ദൈവശക്തി ഇവിടുന്ന് ഇറങ്ങണമേ. ദൈവസ്തോത്രത്തിന് ദൈവം നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവശക്തി ഇറങ്ങണേ. വലിയ സൗഖ്യം നൽകണേ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. യേശുവേ നന്ദി, യേശു നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോ നന്ദി. ഈശോയെ മാത്രം, ഈശോയെ നന്ദി.